നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ നിങ്ങളുടെ കോളേജിലെ മാനേജരുമായിട്ടുള്ള സ്ഥാപനത്തിന്റെ പ്രൊഫസറായിട്ട് സേവനമനുഷ്ഠിക്കുന്ന നിങ്ങളുടെ കോളേജുകളിൽ ചേർന്ന സേവനമനുഷ്ഠിക്കുന്ന ജോയി, മറ്റ് അധ്യാപകരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ധാരാളം കലാലയങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ഇത്രയധികം ചെറുപ്പക്കാർ പഠിക്കുന്ന അല്ലെങ്കിൽ ആൺകുട്ടികൾ പഠിക്കുന്ന കോളേജ് വളരെ അപൂർവമാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഏത് കോളേജിലേക്ക് പോയാൽ നിറയെ കുട്ടികൾ, വളരെ കുറച്ച് ആൺകുട്ടികളുമാണ് കാണുന്നത്. ഇതിന് വിരുദ്ധമായി ഇവിടെ ആൺകുട്ടികൾ കൂടുതൽ പെൺകുട്ടികൾ കുറവുമാണ് എന്നുള്ള ഒരു വലിയ പ്രത്യേകത കാണുന്നു. നിങ്ങളുടെ ഈ പുഞ്ചിരിക്കുന്ന മുഖം എന്നെ കൂടുതൽ സന്തോഷവാനാക്കുന്നു. ഇന്ന് നിങ്ങളുടെ കോളേജിലെ ആഘോഷങ്ങളുടെ ദിവസം, പ്രസംഗം കേട്ട് മുഷിയാനുള്ള ദിവസമല്ല എന്ന് എനിക്കറിയാം. നിങ്ങൾ ഇതിനു ശേഷം നടക്കുന്ന കലാപരിപാടികളിൽ പങ്കെടുത്ത് സന്തോഷത്തോടുകൂടി ചിരിച്ച് സമാധാനത്തോടുകൂടി വീട്ടിൽ പോവേണ്ട ഒരു ദിവസം. നമ്മുടെ സമൂഹത്തിൽ ജെൻസിയും ആൽഫയും ഒക്കെ വലിയ തരത്തിൽ പഴികൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ്. മൊത്തം യുവാക്കൾ സാമൂഹ്യ ദ്രോഹികളാണെന്നോ, മയക്കുമരുന്നുകൾക്കും മറ്റ് ദുശീലങ്ങൾക്കും അടിമയാണെന്നോ, ഒരു വർഷത്തെ ക്ലാസ്സിലെടുത്ത് പോകുമ്പോൾ പരസ്പരം തല്ലുകൂട്ടി തലയടിച്ച് കുളിക്കുന്നവരാണെന്നും ഒക്കെയുള്ള പഴികൾ കേൾക്കുന്ന ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത്. സത്യത്തിൽ അത് 1% താഴെയുള്ള കുട്ടികളിൽ മാത്രമുള്ള അപകടകരമായ ഒരു അവസ്ഥയാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതിലുപരിയായി സമൂഹത്തിലെ ചെറുപ്പക്കാർ, നിങ്ങളിൽ ഏറെ പേരിൽ വളരെയധികം വ്യക്തി സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതോടൊപ്പം തന്നെ സാമൂഹികപരമായ ഉത്തരവാദിത്വം നിർവഹിക്കുന്നവരും പരസ്പരം സ്നേഹമുള്ളവരും ധാർമ്മികതയുള്ളവരും ഇത്തരത്തിലുള്ള തെറ്റായ വശങ്ങളിലേക്ക് ഇറങ്ങിപ്പോകാത്തവരുമാണ് എന്ന് തിരിച്ചറിയും. നമ്മുടെ കോവിഡ് കാലത്ത് എല്ലാവരും വീട്ടിലോട്ട് ഇരുന്നപ്പോ മുതിർന്നവർക്ക് ഭക്ഷണം എത്തിക്കുന്നതിനും മരുന്നെത്തിക്കുന്നതിനും ഒക്കെ നിങ്ങൾ ചെറുപ്പക്കാർ വഹിച്ച പങ്കിനെ നിങ്ങൾ മറന്നുപോയിട്ടുണ്ട്. അതിനു മുമ്പ് 2018 വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ ഞങ്ങളുടെ വീട്ടിലൊക്കെ വെള്ളം കയറിയ സ്ഥലമാണ്. 2 അടിയോളം വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോഴൊക്കെ വേണ്ട സഹായങ്ങളുമായിട്ട് മുന്നിട്ടിറങ്ങിയത് ചെറുപ്പക്കാരാണ് എന്ന് തിരിച്ചറിയുക. വെള്ളം ഇറങ്ങിയ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് ഒരു സംഘം ചെറുപ്പക്കാർ, എനിക്കുമായി യാതൊരു ബന്ധവുമില്ലാത്ത ചെറുപ്പക്കാർ എൻ്റെ വീട്ടിലേക്ക് വന്ന വീട് മുഴുവൻ കഴുകി തന്നത് ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ എല്ലാ ഗ്രാമങ്ങളിലേക്കും കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നും ചെറുപ്പക്കാർ ഇറങ്ങിപ്പോയതിന്റെ അനുഭവങ്ങളുണ്ട്. അപ്പോ 1-2 വാർത്തകളുടെ പേരിൽ നമ്മൾ മുതിർന്നവരാരെങ്കിലും നിങ്ങളെ കഴിക്കുന്നുവെങ്കിൽ അത് മുഖവരക്കെടുക്കാതെ നിങ്ങൾ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുകയും വ്യക്തിജീവിതത്തിൽ വലിയ വിജയങ്ങൾ കൈവരിക്കുന്നതോടൊപ്പം അത് സമൂഹ നന്മയ്ക്കായി തീരുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ കലകൾക്കുള്ള പ്രാധാന്യം എന്ത് എന്ന ഒരു വലിയ ചോദ്യം കൂടി നാം ഇത്തരത്തിൽ ഉയർത്തേണ്ടത് എന്ന് തോന്നുകയാണ്. നിങ്ങൾ മാനേജ്മെന്റ് സ്റ്റഡീസിനും എക്കണോമിക്സും മറ്റ് വിഷയങ്ങളും ഒക്കെ പഠിക്കുന്നവർക്ക് എന്ത് കല എന്ന ഒരു ചോദ്യം ഒരു പക്ഷേ പുറത്ത് നിൽക്കുന്നവർ ഉന്നയിച്ച്
പക്ഷേ മനുഷ്യൻ എന്ന് പറയുന്ന ഈ ജീവിക്ക് മാത്രം, നമ്മുടെ ഭൂമിയിലെ അനേക തരം ജീവികളിൽ മനുഷ്യൻ എന്ന ജീവിക്ക് മാത്രം സ്വായത്തമായ ഒന്നാണ് യഥാർത്ഥത്തിൽ കലകൾ, സാഹിത്യം, സംഗീതം എന്നൊക്കെ പറയുന്നത്. മറ്റു ജീവികളൊക്കെ വളരെ സാധാരണമായി ജീവിച്ചു പോകുന്നുവെങ്കിൽ നാം നമ്മുടെ ബുദ്ധി കൊണ്ട് കലകളെ വികസിപ്പിക്കുകയും സാഹിത്യത്തെ വികസിപ്പിക്കുകയും അതിലൂടെ നാം ഒരു സാംസ്കാരിക ജീവിയായി മാറുകയും ചെയ്തിരുന്നു. പെറുവിലെ വലിയ എഴുത്തുകാരൻ നോബൽ സമ്മാന ജേതാവായിട്ടുള്ള മരിയ വർഗാസ് പറയുന്നത്, നമ്മളൊക്കെ വന്യജീവികളെ ഗുഹാവാസികളായി ഇങ്ങനെ പരസ്പരം മല്ലടിച്ച് ജീവിച്ചിരുന്ന ഒരു ജീവിവർഗത്തിൽ നിന്ന് ഇന്നത്തെ ഒരു സാംസ്കാരികപരമായി ഉയർന്ന ജീവിയായി വളർന്നതിന്റെ പിന്നിൽ കലകളും സാഹിത്യവും വഹിച്ച പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് അദ്ദേഹത്തിന്റെ നൊബേൽ സമ്മാന പ്രസംഗത്തിൽ പറയുന്നില്ല. ആ പ്രസംഗം മുഴുവൻ അതിനെ കുറിച്ചുള്ളതാണ്. നമ്മളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന വന്യതയെ ഇല്ലാതാക്കിക്കൊണ്ട് നമ്മുടെ ഉള്ളിൽ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും നന്മയുടെയും അംശങ്ങൾ വളർത്തുന്നതിൽ കലകൾ വഹിക്കുന്ന പങ്ക് പ്രധാനപ്പെട്ടതാണ്, സാഹിത്യം വഹിക്കുന്ന പങ്ക് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പഠിക്കുന്ന വിഷയം എന്തായാലും അതിനോടൊപ്പം തന്നെ സാഹിത്യത്തിൽ അഭിരുചിയുള്ളവരായി തീരുക, സംഗീതത്തിൽ അഭിരുചിയുള്ളവരായി തീരുക, കലയിൽ അഭിരുചിയുള്ളവരായി തീരുക എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും മോശം ക്യാരക്ടർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പക്ഷേ ഷേക്സ്പിയറിന്റെ യോഗ എന്ന കഥാപാത്രമാണ് എന്ന് തോന്നുന്നു. എല്ലാത്തരം തെറ്റുകളുടെയും കൂടാരമായ യോഗയെ കുറിച്ച് ഷേക്സ്പിയർ പറയുന്നത് മനസ്സിൽ സംഗീതമില്ലാത്ത മനുഷ്യൻ എന്നാണ്. മനസ്സിൽ സംഗീതമില്ലാത്ത മനുഷ്യർക്കാണ് തന്റെ സഹോദരനെ, തന്റെ കൂട്ടാളിയെ തലക്കടിച്ച് കൊല്ലാൻ തോന്നുന്നത്. ഒരിക്കലും മനസ്സിൽ സംഗീതമുള്ളവർക്ക്, മനസ്സിൽ സാഹിത്യമുള്ളവർക്ക്, മനസ്സിൽ കലയുള്ളവർക്ക് തന്റെ സഹജീവിയോട്, തന്റെ കൂട്ടുകാരനോട്, തന്നോട് അഭിപ്രായ വ്യത്യാസമുള്ളവനോട് കലഹിക്കാൻ കഴിയില്ല. അവനോട് സ്നേഹപൂർവ്വം സംവേദിച്ചുകൊണ്ട് എനിക്കൊരു അഭിപ്രായമുള്ളത് പോലെ നിനക്കും ഒരു അഭിപ്രായമുണ്ട് എന്നും ഈ രണ്ട് അഭിപ്രായങ്ങളും സമാന്തരമായി മുന്നോട്ട് പോകുന്നതാണ് ഈ സമൂഹത്തിന്റെ ഏറ്റവും സൗന്ദര്യമെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് അവന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. തിരസ്കാരങ്ങൾ പഠിപ്പിക്കുന്നതാണ് സാഹിത്യം എന്ന് പറയുന്നത്. നമ്മുടെ ചെറുപ്പക്കാർക്ക് നിങ്ങൾക്ക് നേടിയ ഒരു ചെറിയ കുഴപ്പം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, പരാജയങ്ങളെ നേരിടാൻ നിങ്ങൾക്ക് ചെറിയ വിമുഖതയുണ്ട് എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ജനിച്ച കാലം മുതൽ തന്നെ വിജയത്തെ കുറിച്ച് മാത്രം നിങ്ങളുടെ അധ്യാപകരും മാതാപിതാക്കളും സമൂഹവും ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് എന്തെങ്കിലും ഒന്നിൽ പോലും ഒരു ചെറിയ പരാജയം നമുക്ക് രുചിക്കാനാവാത്ത വിധം നമ്മൾ ഭീരുക്കളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്ത്യയും മറ്റൊരു രാജ്യവും തമ്മിലുള്ള ഒരു ക്രിക്കറ്റ് കളി നടത്താൻ 15ാമത് ഓവറിൽ ഇന്ത്യ തോൽക്കുന്നത് കണ്ടാൽ നമ്മൾ TV ഓഫ് ചെയ്തിട്ട് വിരാട് കോഹ്ലിയുടെ ഭാഗ്യം ചീത്ത പിടിച്ചിട്ട് എഴുതിയിട്ട് പോകുന്നത്. മോഹൻലാലിന് അടികൊള്ളുന്ന ഒരു സിനിമയും കാണാനാവാത്ത വിധം നമ്മൾ മനസ്സുകൊണ്ട് ഭീരുക്കളായി മാറുന്നത് നമുക്ക് പരാജയത്തെ നേരിടാനുള്ള ഭയം കൊണ്ടാണ്. നിങ്ങളൊരു കമ്പ്യൂട്ടർ ഗെയിം കളിക്കുകയാണെങ്കിൽ കളിയുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് നിങ്ങൾ പരാജയപ്പെടുന്ന നിമിഷത്തിൽ ആ പരാജയത്തിൽ നിന്ന് കൊടുക്കാതെ കളി കിട്ടി ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. കാരണം പരാജയം എന്ന് പറയുന്ന ഒരു നിമിഷത്തെ അഭിമുഖീകരിക്കാൻ എന്തോ ചില വിമുഖതയില്ല. അതുപോലെ തന്നെയാണ് തിരസ്കാരം എന്ന് പറയുന്നത്. മനുഷ്യന്റെ ജീവിതത്തിൽ പല ഇടങ്ങളിൽ നിന്ന് നമുക്ക് റിജക്ഷൻ നേരിടേണ്ടി വരാം. ഞാനൊരു എഴുത്തുകാരനായി വളർന്ന കാലത്ത് എത്രയോ അധികം കഥകൾ, എത്രയോ അധികം വാരികകൾ തിരസ്കരിച്ചിട്ടുണ്ട്. ആ തിരസ്കാരങ്ങളിലൊക്കെ മനസ്സുകൊണ്ട് പിന്തിരിയാനായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇവിടെ വന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല. അതിലുപരിയായി കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുകയും കൂടുതൽ മെച്ചപ്പെട്ട കഥകൾ എഴുതാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തതിലൂടെയാണ് അതേ വാരികകൾ പിൽക്കാലത്ത് എന്റെ മുഖചിത്രമൊക്കെ വെച്ച് അച്ചടിച്ച് പുറത്തിറങ്ങി എന്നുള്ള ഒരു സംഭവത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ ഈ ജീവിതത്തിൽ പലയിടങ്ങളിലേക്ക് തൊഴിൽ തേടി പോകുന്നവരാണ്, പല ഇന്റർവ്യൂകളെ അഭിമുഖീകരിക്കാൻ പോകുന്നവരാണ്. ആ നിമിഷത്തിൽ പക്ഷേ ഒരു നിമിഷം നിങ്ങൾക്കൊരു പരാജയം ഉണ്ടായി, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടില്ല എന്നതിന്റെ അർത്ഥം നിങ്ങളുടെ ജീവിതം അവസാനിച്ചു എന്നല്ല.
ഇനിയും നിങ്ങൾക്ക് ധാരാളം കടമ്പകൾ കടന്ന് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലും കൂടുതൽ ആർജവത്തോടുകൂടി ശക്തിയോടുകൂടി നമ്മൾ നമ്മുടെ പ്രവർത്തന മേഖലയിൽ സന്നദ്ധരാവുകയും ചെയ്യണമെന്ന ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഓരോ റിജക്ഷൻസ്. മറ്റൊരു റിജക്ഷൻസ് പുതിയ കാലത്തുള്ളത് പ്രണയത്തിന്റെ. ഒരു പ്രണയം പരാജയപ്പെട്ടാൽ, ഒരു പ്രണയം തിരസ്കരിച്ചാലുടെ താനിങ്ങോളം സ്നേഹിച്ച പെൺകുട്ടിയുടെ താൻ ആരാധിക്കുന്ന പെൺകുട്ടിയുടെ മുഖത്തേക്ക് ആശിച്ചൊഴുകുകയും അവരെ കത്തിക്കൊണ്ട് കുത്തിക്കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള വലിയ വാർത്തകൾ നമ്മുടെ മുമ്പിൽ വരികയാണ്. അല്ലെങ്കിൽ അവൻ തിരസ്കരിച്ചാൽ എന്നാൽ പിന്നെ അവനെ നമുക്ക് വിഷം കൊടുത്ത് കൊന്നേക്കാമെന്ന് തീർന്ന തരത്തിലേക്കുള്ള വാർത്തകൾ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. റിജക്ഷൻസ് എല്ലാ തരത്തിലും, അത് ജീവിതത്തിലായിക്കൊള്ളട്ടെ, ഉദ്യോഗസ്ഥരാവട്ടെ, പ്രണയത്തിലാവട്ടെ, അതിനെ സ്വീകരിക്കാൻ കൂടി നമ്മുടെ മനസ്സ് സജ്ജമാകുമ്പോഴാണ് നമ്മൾ ആരോഗ്യമുള്ള ഒരു മനുഷ്യനായി മാറുന്നത്. ആ ആരോഗ്യം എന്ന് പറയുന്നത് ഭൗതികമായ ആരോഗ്യം മാത്രമല്ല, ശാരീരികമായ ആരോഗ്യം മാത്രമല്ല, അത് മാനസികമായ ആരോഗ്യം കൂടിയാണ്. നിങ്ങളൊക്കെ IQ ലെവലിൽ വളരെയേറെ മുന്നിൽ നിൽക്കുന്ന കുട്ടികളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വളരെ ഉന്നതമായ കലാലയത്തിൽ വന്നിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നത്. അതേസമയത്ത് നിങ്ങളുടെ ഇമോഷണൽ കോഷ്യന്റ് ഒന്ന് അളന്നു നോക്കിയാൽ പലപ്പോഴും അത് വളരെ ദുർബലമാണെന്ന് കാണാം. ചെറിയ കാര്യങ്ങളിൽ തളർന്നു പോകുന്നവരായി നിങ്ങൾ മാറുന്നു. അങ്ങനെ മാറാതെ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ഇതര മനുഷ്യരെ കുറിച്ചുള്ള ജീവിതങ്ങൾ അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം. അതാണ് പുസ്തകങ്ങൾ നമുക്ക് തുറന്നു നിൽക്കുന്നത്, കലകൾ നമുക്ക് നൽകുന്നത്. അതിലൂടെ നമ്മൾ ഓരോരുത്തരും നമ്മളിൽ നിന്ന് സ്വയം ഊർജ്ജരായി അപരനെ കാണാനും അവരുടെ ജീവിതം മനസ്സിലാക്കാനും അവരുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കാനുമാണ് നമ്മൾ തിരിച്ചറിയുന്നത്. നിങ്ങളാണ് ജീവിതം എന്ന് പറയുന്ന നോവൽ വായിക്കുമ്പോൾ ആടുജീവിതത്തിലെ ഓരോ കഥാപാത്രങ്ങളും കടന്നുപോയ മാനസികാവസ്ഥകൾ, ജീവിതത്തിൽ ഒന്നും നേടാനില്ല, ജീവിതം അപ്പാടെ പരാജയപ്പെട്ടു പോയി, ഞാൻ ഇവിടെ കിടന്ന് നിലയിക്കാനുള്ളവനാണ് എന്ന് തോന്നുമ്പോഴും ആടുജീവിതത്തിലെ നടി ഇങ്ങനെ ശക്തിപൂർവ്വം ബലപൂർവ്വം തന്റെ ജീവനെ ഇങ്ങനെ മുറുകെ പിടിക്കുന്നതും താൻ ഇവിടെ തളർന്നു പോവുകയില്ല, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇതിനെ അതിജീവിച്ച് ഞാൻ മുന്നോട്ട് പോകും എന്ന് പറയുന്ന ഒരു പ്രത്യാശയുടെ ഒരു പാഠം നിങ്ങൾക്ക് പറഞ്ഞു നൽകുന്നതായി കാണാൻ കഴിയും. അതിലെ ഇബ്രാഹിം ഖാദി എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. നിങ്ങൾ സിനിമയിൽ കണ്ടിട്ടുണ്ടാവുകയും കരുതുകയാണ്. ഇബ്രാഹിം ഖാദി എന്ന കഥാപാത്രം അനുഭൂമിയിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും തളർന്നു വീഴുന്ന ഘട്ടത്തിൽ വെച്ച് തന്റെ കൂടെ ഓടിക്കൊണ്ടിരുന്ന ഹക്കീം എന്ന ചെറുപ്പക്കാരൻ മരിച്ചു കഴിഞ്ഞു, ഇനി താനും മരിച്ചു പോകുമെന്ന ഘട്ടത്തിൽ നജീബിനെയും വഹിച്ചുകൊണ്ടിരുന്ന് ഓടുമ്പോൾ തൊട്ടടുത്തായ ഒരു മരുപ്പച്ച കാണുന്നുണ്ട്, വെള്ളം കാണുന്നുണ്ട്. ഇബ്രാഹിം ഖാദി ഓടിച്ചെന്ന് വെള്ളം കുടിച്ച് തന്റെ ദാഹം ശമിക്കുന്നതിന് പകരം തന്റെ കൂടെ ഓടി വരുന്ന നജീബിന്റെ നാവിലേക്ക് വെള്ളം വിറ്റുകൊടുത്ത് അയാൾക്ക് ജീവനുണ്ട്, അയാളുടെ ജീവൻ നിലനിൽക്കുമെന്ന് ഉറപ്പിച്ചതിന് ശേഷം സ്വന്തം നാവിലേക്ക് വെള്ളം വിറ്റുകൊടുക്കുന്ന ഇബ്രാഹിം ഖാദിയെ നിങ്ങൾ കാണുന്നുണ്ട്. കഥാപാത്രത്തിലൂടെ നമ്മൾ പഠിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ നമ്മളെ കുറിച്ച് മാത്രമല്ല, നമ്മുടെ കൂടെ പോകുന്ന സഹജീവികളെ കുറിച്ച് കൂടി ഓർക്കേണ്ടതുണ്ട് എന്നാണ്. നമ്മുടെ അടുത്തിരിക്കുന്ന കൂട്ടുകാരന്റെ മുഖം ഒന്ന് വാടിയിരിക്കുന്നെങ്കിൽ നിനക്ക് എന്ത് പറ്റിയായിരുന്നു, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടല്ലേ. കൂട്ടുകാരിയുടെ കണ്ണു നിറഞ്ഞിരിക്കുന്നെങ്കിൽ അവരുടെ കയ്യൊന്ന് പിടിച്ചിട്ട് ഇന്ന് എന്താണ് പറ്റിയത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുവാനുള്ള ഉത്തരവാദിത്വമുണ്ട്. പലപ്പോഴും പല വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ നാം കേൾക്കുകയാണ്. അവർ കടന്നുപോകുന്ന സംഘർഷഭരിതമായ അവസ്ഥകളെ കുറിച്ച് തന്റെ കൂടുതൽ രീതിയിൽ പഠിക്കുന്നവർക്ക് പോലും അറിയാതെ പോലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിലുപരിയായി അവരെ അറിയുവാനുള്ള ഒരു ബോധ്യമുണ്ടായെങ്കിൽ, നിന്റെ മുഖത്തിന് എന്ത് പറ്റി എന്ന് ചോദിക്കുവാനുണ്ടായെങ്കിൽ നിശ്ചയമായും ആ കുട്ടി മരണത്തിലേക്ക് അങ്ങിപ്പോവില്ല എന്ന് നമുക്കറിയാം. മരണത്തിലേക്ക് പോകുന്ന ഓരോ മനുഷ്യനും പറയാനൊരു കഥയുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. അത് കേൾക്കാൻ നമുക്കൊരു കാതുണ്ടായെങ്കിൽ നിശ്ചയമായിട്ടും ആ കുട്ടികൾ മരണത്തിലേക്ക് പോവുകയില്ലായിരുന്നു. അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ മരിക്കുന്നുവെങ്കിൽ അതിന് ഉത്തരവാദികൾ നമ്മളാണെന്ന് നോക്കേണ്ടത്. അങ്ങനെ മനുഷ്യനെ പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന, തിരിച്ചറിയാൻ പഠിപ്പിക്കുന്ന, അവരുടെ ജീവിതങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ പഠിപ്പിക്കുന്ന ഒന്നാണ് സാഹിത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പഠനത്തിനിടയിൽ
സാഹിത്യത്തെ നെഞ്ചോട് പിടിക്കാൻ, പുസ്തകങ്ങൾ വായിക്കാൻ, നോവലുകൾ വായിക്കാൻ, അതിലൂടെ ഇത്തരം സംസ്കാരങ്ങൾ മനുഷ്യൻ കടന്നുപോകുന്ന ഏറ്റവും ദുരിതപൂർണമായ അവസ്ഥകൾ അതൊക്കെ മനസ്സിലാകുമ്പോഴാണ് എന്റെ ജീവിതം എത്ര സുന്ദരമാണ് എന്ന് ഞാൻ നേരിടുന്ന മാനസിക പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളെ അല്ല എന്ന ഒരു തോന്നലിലേക്ക് നമുക്ക് പിടിച്ചെത്താനും കൂടുതൽ കരുതലോടുകൂടി മുന്നോട്ട് പോകാനും നമുക്ക് സഹായിക്കുന്നത്. ജീവിതത്തിൽ ഏറെ ദൂരം മുന്നോട്ട് പോകാനുള്ളവരാണ് നിങ്ങളുടെ പാത ഇവിടെ വെച്ച് തുടങ്ങി. ടീച്ചർ പറയുകയായിരുന്നു കോളേജിന്റെ ഇതിന്റെ ഒരു അവസാനമാണ്. ഞാൻ പറയുന്നു നിങ്ങളുടെ ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കമാണ് കോളേജിന്റെ എന്ന് പറയുന്നത്. വലിയ വികാസത്തിലേക്ക്, നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് നടന്നെടുക്കുവാനുള്ള യാത്രയിൽ ഏതൊരു ബന്ധമുണ്ടായാലും ഞാൻ എന്റെ മുമ്പിൽ തടയുകയില്ല എന്ന ബോധ്യത്തോടുകൂടി എത്ര റിജക്ഷൻസ് ഉണ്ടായാലും എത്ര പരാജയങ്ങൾ ഉണ്ടായാലും ഞാൻ വീണ്ടും പൊരുതിക്കൊണ്ടേയും ഞാൻ എന്റെ ലക്ഷ്യത്തിൽ എത്തുകയും ചെയ്യുന്ന ഒരു ആത്മവിശ്വാസം വളർത്തിയെടുക്കുക എന്നുള്ള ദിവസമായി ഇത് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ കോളേജിലെ പരിപാടികൾക്ക്, നിങ്ങളുടെ ആഘോഷങ്ങൾക്ക് എല്ലാവിധമായ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് സെലസ്റ്റിയ 2K20 ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.